തിരഞ്ഞെടുപ്പിന് ഇനി 3 ദിവസം മാത്രം. നിശബ്ദ പ്രചാരണം കഴിയാൻ 2 ദിവസം മാത്രമേ ഉള്ളൂ. 7-ാം തീയതി വൈകുന്നേരത്തോടുകൂടി, നാളെ വൈകുന്നേരം, 2 ദിവസം ഇല്ല, നാളെ വൈകുന്നേരത്തോടുകൂടി, നാളെ വൈകുന്നേരത്തോടുകൂടി നിശബ്ദ പ്രചരണം അവസാനിപ്പിക്കും. 8-ാം തീയതി നിശബ്ദ ദിവസമാണ്. നിശബ്ദ പ്രചരണം മാത്രമേ ഉള്ളൂ. കോലാഹലങ്ങളും അനൗൺസ്മെൻറ്റും എല്ലാം അവസാനിപ്പിക്കാനുള്ള സമയമാവുന്നു. അത് കഴിഞ്ഞാൽ നേരെ 9-ാം തീയതി തിരഞ്ഞെടുപ്പിലേക്കാണ്. ഇപ്പോൾ കേരളം എങ്ങനെ ചിന്തിക്കുന്നു, അല്ലെങ്കിൽ ഇതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എങ്ങനെ എന്നുള്ളതിനെക്കുറിച്ചൊരു ഓട്ടപ്രദർശനം നടത്തുവാനാണ് ഞാൻ ശ്രമിക്കുന്നത്. കേരളത്തിലെ നിരവധി സ്ഥലങ്ങളിലുള്ള നിരവധി വ്യക്തികളുമായി, അതെല്ലാ പാർട്ടികളിലെയും നിരവധി വ്യക്തികളുമായും സാധാരണ വ്യക്തികളുമായും സംവേദിക്കുവാനും ആശയവിനിമയം നടത്തുവാനും കഴിഞ്ഞിട്ടുണ്ട് എന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ വീഡിയോ ചെയ്യുന്നത്. എന്താണ് LDFിൻ്റെയും UDFിൻ്റെയും BJPയുടെയും സാധ്യത? വളരെ രസകരമായ ഒരു പൊളിറ്റിക്കൽ അനാലിസിസ് ആയിരിക്കും കേരളത്തിൽ വേണ്ടി വരുന്നത്. ഒന്ന്, കഴിഞ്ഞ കാല തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി BJP കൂടി ശക്തമായ സാന്നിധ്യമാകുന്ന ആദ്യത്തെ നിയമസഭാ തിരഞ്ഞെടുപ്പാണ്. വളരെ ശക്തമായ ഒരു സാന്നിധ്യമായി നിൽക്കുന്ന ആദ്യത്തെ തിരഞ്ഞെടുപ്പാണ്, ഫസ്റ്റ് തിരഞ്ഞെടുപ്പാണ് BJPയെ സംബന്ധിച്ചിടത്തോളം. LDFിനെ സംബന്ധിച്ചിടത്തോളം ആൻറ്റി ഇൻകംബൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ MLAമാരെ വെച്ച് നോക്കിയാൽ ആൻറ്റി ഇൻകംബൻസ് ഇല്ല. കാര്യം MLAമാർ മോർ ഓർ ലെസ് ജനങ്ങൾക്ക് പ്രിയരാണ്. 100 MLAമാരിൽ മഹാഭൂരിപക്ഷം MLAമാരും ജനങ്ങളുമായി സംവേദിച്ച് നിൽക്കുന്നവരും കുറേ വികസന പ്രവർത്തനങ്ങളൊക്കെ MLA ഫണ്ടും അതും ഇതൊക്കെ കൊണ്ടുപോയി ഓരോ മണ്ഡലത്തിലും കൊണ്ടുപോയവരുമാണ്. MLAമാർക്ക് വലിയ എതിർപ്പ് ഇല്ല എന്ന് തന്നെ പറയാം. പക്ഷേ എല്ലാ കാര്യങ്ങളും മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ഓഫീസും കേന്ദ്രീകരിച്ച് നടന്നു എന്നുള്ളൊരു ഒരു നിരീക്ഷണവും ഒരു അനുഭവപ്പെടലുമുണ്ട്. അതിൽ ഇടതുപക്ഷക്കാരും വലിയ അസ്വസ്ഥരാണ്. കോൺഗ്രസ്സുകാർ മാത്രമല്ല, നാട്ടിലെ പൊതുജനങ്ങൾ മാത്രമല്ല, അല്ലെങ്കിൽ സ്വതന്ത്രമായി ചിന്തിക്കുന്നവർ മാത്രമല്ല, ഈ സർക്കാരിൻ്റെ ആനുകൂല്യങ്ങൾ നേടാൻ പോകുന്നവർ മാത്രമല്ല, പൊതുജനങ്ങളാകെ വലിയ നിരീക്ഷണത്തിലാണ്. CPMൻ്റെ അധികാര കേന്ദ്രീകരണവും എല്ലാം മുഖ്യമന്ത്രിയിൽ ചുറ്റിപ്പറ്റി കിടക്കുന്നതും അത്ര കണ്ട് ഇടതുപക്ഷത്തിന് പോലും ദഹിച്ചിട്ടില്ല. അതുകൊണ്ട് ഭരണവിരുദ്ധ വികാരമില്ല, പക്ഷേ പിണറായി വിരുദ്ധ വികാരം കേരളത്തിൽ ശക്തമാണ്. എൻ്റെ നിരീക്ഷണം, ഒരുപക്ഷെ ശൈലജ ടീച്ചറിനെ വെച്ചായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് ഓടിച്ചിരുന്നെങ്കിൽ പുട്ടുപോലെ LDF വീണ്ടും വരുമായിരുന്നു. പക്ഷേ ഇതിപ്പോൾ അങ്ങനെ ഒരു സാധ്യതയില്ല. കാരണം പിണറായി വിജയൻ്റെ പല പ്രവർത്തികളോടും അപ്രോച്ചിനോടും, ഇപ്പോൾ ശബരിമല ഉദാഹരണം, ശബരിമല മോഷണം, കള്ളത്തരം നടന്നു. ശബരിമലയിലെ കള്ളത്തരം നടത്തിയത് പിണറായി വിജയനല്ല, വേറെ ടീമാണ്. പക്ഷേ അവരെ ഓണപ്പ് ചെയ്യുന്നതിൽ, അവരെ പുറത്താക്കാതിരിക്കുന്നതിൽ പിണറായി വിജയനും പങ്കുണ്ട്. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ സമരം ചെയ്തപ്പോൾ അവരെ തല്ലിയത്, ആ തല്ലിയത് പാർട്ടിക്കാർ DYFIക്കാരൊക്കെ പോയി തല്ലുമ്പോൾ അതിനെ ന്യായീകരിച്ചത്, ഏത് തെറ്റിനെയും ന്യായീകരിക്കുന്ന ഒരു മുഖ്യമന്ത്രി, അഹങ്കാരത്തിൻ്റെയും ധാർഷ്ട്യത്തിൻ്റെയും സ്വജനപക്ഷപാതത്തിൻ്റെയും പിൻവാതിൽ നിയമനത്തിൻ്റെയും ഒക്കെ മുഖ്യ സൂത്രധാരനായി നിൽക്കുന്നതാണ് മുഖ്യമന്ത്രിയുടെ പരിവേഷമുള്ള കുറച്ച് ആളുകളും എന്നുള്ള ഒരു വളരെ കൃത്യമായ തോന്നൽ കേരള സമൂഹത്തിൽ വന്നിട്ടുണ്ട്. KSRTC 10 വർഷമായി ഒരാളെപ്പോലും PS നിയമിച്ചിട്ടില്ല. മുഴുവൻ കരാർ നിയമനമാണ്, പാർട്ടിക്കാരാണ്. അതിൽ ഏത് പാർട്ടിയാണോ അവിടെ ഭരിക്കുന്നത് അവർ അപ്പോൾ കുറച്ച് ആന്റണി രാജുവിൻ്റെ ആളുകളെ കയറ്റി, ഇപ്പോൾ കുറേ ഗണേഷിൻ്റെ ആളുകൾ കയറ്റുന്നു, ബാക്കി CPMക്കാരെ ഇടതുപക്ഷക്കാരെയും കയറ്റുന്നു. വളരെ കൃത്യമായി അത് കോൺട്രാക്ട് അടിസ്ഥാനത്തിലേക്കൊക്കെ പോയി. KSRTCയിൽ ഒരാളെ അപ്പോയിൻറ്റ് ചെയ്തിട്ടില്ല. PS ലിസ്റ്റുകൾ ഒരുപാട് ക്യാൻസലായി. 10-25 ലക്ഷം പേർക്ക് തൊഴിൽ കൊടുക്കുമെന്ന് പറഞ്ഞ ലക്ഷം ഒരുപാട് ലിസ്റ്റുകൾ ക്യാൻസലായി. അതേസമയം പിൻവാതിൽ നിയമനം വളരെ തകൃതിയിൽ നടക്കുന്നു. ഇത് വലിയൊരു സ്വജനപക്ഷപാതമായി യുവാക്കളുടെ ഇടയിൽ വലിയൊരു ചർച്ചാ വിഷയമാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ 10 വർഷക്കാലമായി കേരള സർക്കാർ തുടങ്ങിയിട്ടുള്ള ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ഒഴിച്ച് ഏതെങ്കിലും ഒരു പ്രമുഖമായ സ്ഥാപനം അല്ലെങ്കിൽ ഒരു വ്യവസായം പറയാനുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. IT രംഗത്തൊക്കെ കുറേ സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽസ് തുടങ്ങുന്ന സ്റ്റാർട്ടപ്പുകൾക്കപ്പുറം കൃത്യമായി കേരളത്തിലെ പിണറായി ഗവൺമെൻറ്റിൻ്റെ ഒരു വലിയ വൻകിട പദ്ധതി എന്ന് പറയാൻ കേരളയിൽ പറഞ്ഞു, അത് വന്നില്ല. അതിന് മറ്റു പല കാരണങ്ങൾ കൊണ്ട് വന്നില്ല. അതേസമയം വിമാനത്താവളങ്ങളാകട്ടെ, വിഴിഞ്ഞം പദ്ധതിയാകട്ടെ, വൻകിട സ്ഥാപനങ്ങളാകട്ടെ, ആശുപത്രികളാകട്ടെ, മെഡിക്കൽ കോളേജുകളാകട്ടെ, വൻകിട കോളേജുകളാകട്ടെ, എന്ത് സംവിധാനവും ഈ 10 വർഷത്തിനുള്ളിൽ വന്നിട്ടില്ല എന്നുള്ളതും ഒരു ജനങ്ങൾ വിലയിരുത്തുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഇതൊക്കെ LDFിനെ ഇങ്ങനെ ബാധിക്കുമ്പോൾ UDFിനെ സംബന്ധിച്ചിടത്തോളം
10 വർഷം പുറത്തു നിന്നതിൻ്റെ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ അവർ കൂടുതൽ ഐക്യപ്പെട്ടിട്ടുണ്ട്. ആ സമയത്തും 2 പേർ മുഖ്യമന്ത്രിയാകണം എന്ന് പറയുന്ന 2 പേരുണ്ട്, വി.ഡി. സതീശനും രമേശ് ചെന്നിത്തലയും. പക്ഷേ അവർ തൽക്കാലം പുറത്ത് അത് കാണിച്ചിട്ടില്ല. അതുകൊണ്ട് ജനങ്ങളിലേക്ക് ആ ഗ്രൂപ്പ് പരിപാടി പോയിട്ടില്ല. പക്ഷെ അകത്തുകൂടി പാരകൾ പോകുമെന്ന് നമുക്ക് രാഷ്ട്രീയമായതുകൊണ്ട് പറയാൻ കഴിയില്ല. പോകാതിരിക്കുമെന്ന് തന്നെ വിശ്വസിക്കാം. അങ്ങനെ പോയാൽ 2 കൂട്ടർക്കും 2 വിഭാഗക്കാർക്കും ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് അങ്ങനെ പോകില്ല എന്ന് കരുതാം. എന്തായാലും ഇനി നമ്മൾ തിരഞ്ഞെടുപ്പിൻ്റെ ഒരു പശ്ചാത്തലം നോക്കിയാൽ തെക്കൻ കേരളം എന്ന് പറയുന്നത് LDFനും UDFനും തരാതരമായി മാറ്റവും തിരിച്ചലും വരുന്നൊരു ജില്ലകളാണ്. മധ്യ കേരളം എടുത്താൽ കേരളത്തിലെ 18% വരുന്ന ക്രിസ്തീയ സമുദായത്തിൽ വലിയ കൺസോൾട്ടേഷനാണ് UDFന് അനുകൂലമായി ഇപ്പോൾ നിൽക്കുന്നത്. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് ശക്തമല്ല. വളരെ ശക്തമായ ഒരു മുന്നേറ്റം UDFിലേക്ക് ക്രിസ്ത്യൻ ബെൽറ്റ് വന്നിട്ടുണ്ട്. മലബാറിലോട്ട് പോയി കഴിഞ്ഞാൽ 26% ജനങ്ങൾ മുസ്ലിമാണ്. അത് വലിയ കൺസോൾട്ടേഷനാണ് UDFന് അനുകൂലമായി ഉണ്ടായിട്ടുള്ളത്. അപ്പം മുസ്ലിം കൺസോൾട്ടേഷൻ UDFന് അനുകൂലം, ക്രിസ്ത്യൻ കൺസോൾട്ടേഷൻ എന്ന് പറയാൻ കഴിയില്ലെങ്കിലും മോർ ഓർ ലെസ് 80% എങ്കിലും UDFന് അനുകൂലം. കുറച്ചൊരു 5% എങ്കിലും BJPക്ക് കിട്ടും. ബാക്കി വരുന്നത് LDFനും കിട്ടും. അതിനകത്ത് തർക്കമില്ല. അങ്ങനെ പോകുന്ന ഒരു സിറ്റുവേഷൻ. സർക്കാർ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം അവർ കെ.എൻ. ബാലഗോപാലിൻ്റെ വിശ്വാസവഞ്ചനയുടെ ഇരകളായി കേരളത്തിലെ സർക്കാർ ഉദ്യോഗസ്ഥർ മാറിയിരിക്കുന്നത് കൊണ്ട് അവരുടെ വോട്ട് കിട്ടുക പ്രയാസമാണ്. ആശാ വർക്കേഴ്സിൻ്റെ വോട്ട്, അംഗനവാടികളുടെ വോട്ട്, തൊഴിലുറപ്പുകാരുടെ വോട്ട്, ഇങ്ങനെയുള്ള ഒരു ക്രോസ് പ്രൊഫൈൽ വോട്ട്, സാധാരണയായി കിട്ടുന്ന ഒരു വോട്ട് LDFന് കിട്ടാൻ സാധ്യത വളരെ കുറവാണ് ഈ തെരഞ്ഞെടുപ്പിൽ. പിന്നെ ഈഴവ വോട്ടാണ് വളരെ പ്രധാനമായി LDFന് കിട്ടുന്ന. മധ്യ തിരുവിതാംകൂറിലും തെക്കൻ കേരളത്തിലും കിട്ടുന്ന ഒരു വോട്ടെന്ന് പറയുന്നത് ഈഴവ വോട്ടാണ്. അതിനകത്ത് എത്ര കണ്ട് BJPക്ക് സ്പ്ലിറ്റ് ഉണ്ടാക്കാൻ കഴിയും എന്നതിനെ ആശ്രയിച്ചാണ് BJPയുടെ നിലനിൽപ്പും BJPയുടെ വളർച്ചയും. അതുപോലെ തന്നെ BDJS ഉണ്ടെങ്കിലും വേണ്ടത്ര അവർക്ക് കഴിഞ്ഞ കാലങ്ങളിൽ അതിനെ പൊളിക്കാൻ കഴിഞ്ഞിട്ടില്ല. ആ കൺസോൾട്ടേഷനെ അതെങ്ങനെ പൊളിക്കും എന്നതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് BJPയുടെ ഒരു മുന്നോട്ടുള്ള പോക്ക്. ക്രിസ്ത്യൻ സമുദായത്തിൽ ചെറിയൊരു വിഭാഗം വോട്ട് BJPക്ക് കിട്ടും. ഇപ്പോൾ ഷോൺ ജോർജ് നിൽക്കുന്നു, പാലയിൽ കുറേ ക്രിസ്ത്യാനികളുടെ വോട്ട് കിട്ടും. PC ജോർജ് നിൽക്കുന്നു, PC ജോർജിന് കുറേ ക്രിസ്ത്യാനികളുടെ വോട്ട് കിട്ടും. മറ്റ് മണ്ഡലങ്ങളിലും കുറച്ച് ക്രിസ്ത്യാനികളുടെ വോട്ട് BJPക്ക് കിട്ടും. പക്ഷേ ഈ FCRI പ്രശ്നം വന്നു, അതുപോലെ തന്നെ പിന്നെ ഛത്തീസ്ഗഡിലെ പ്രശ്നം വന്നു, അങ്ങനെ പല പ്രശ്നങ്ങൾ, കന്യാസ്ത്രീകളുടെ പ്രശ്നങ്ങൾ വന്നു. ഈ പ്രശ്നങ്ങളൊക്കെ വന്നതുകൊണ്ട് ക്രിസ്തീയ സമുദായത്തിനിടയിൽ ഒരാശയക്കുഴപ്പം ഉണ്ടായിട്ടുണ്ട്. ഈ ആശയക്കുഴപ്പം എങ്ങനെ പരിഹരിച്ച് വോട്ടാക്കും എന്നതിനെ ആശ്രയിച്ചാണ് BJPക്ക് അവരുടെ വോട്ട് കിട്ടുന്നത്. മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഈ 2 കൂട്ടരും വെള്ളം വാങ്ങി വെക്കേണ്ട, മുഴുവൻ വോട്ടും UDFന് പോകാനാണ് സാധ്യത. ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇപ്പോഴത്തെ സ്ലൈറ്റ് ആയിട്ടുള്ളൊരു എഡ്ജ് കിടക്കുന്നത് UDFനാണ്. ഒരു അപ്പർ ഹാൻഡ് ഇപ്പോൾ ഉള്ളത് UDFനാണ്. അതൊരു 80 സീറ്റ് 85 സീറ്റിനകത്ത് കിട്ടിയാൽ അത്ഭുതപ്പെടാനില്ല. അവർ അധികാരത്തിൽ വരാൻ സാധ്യതയുണ്ട്. അതേസമയം LDFും മോശമല്ലാത്ത പ്രകടനം സംസ്ഥാനത്ത് കാഴ്ചവെക്കും. 0 മുതൽ 12 സീറ്റ് വരെ വിവിധ സർവേകളുടെ കണക്കെടുത്താൽ 0 മുതൽ, അത് ഒരു സീറ്റും കിട്ടാത്ത സാഹചര്യം തുടങ്ങി, നിയമവും നഷ്ടപ്പെടുന്ന സാഹചര്യം തുടങ്ങി 12 സീറ്റ് വരെ കിട്ടാവുന്ന നിലയിലേക്ക് BJPയും കളം നിറയുന്നതായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പ് കാണിക്കുന്നത്. ഒരു 4-5 സീറ്റ് BJP പിടിച്ചാലും അത്ഭുതപ്പെടാനില്ല. ആ നിലയിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള വളരെ കൃത്യമായ ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോഴും ഇവിടെ ഒരു 5 സീറ്റെങ്കിലും BJP പിടിച്ചാൽ ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നത് അധികാരത്തിൽ വന്നില്ലെങ്കിലും BJP ആയിരിക്കും എന്നുള്ളതും ഈ രാഷ്ട്രീയ തെരഞ്ഞെടുപ്പിൻ്റെ 26ലെ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു മേന്മയല്ല, ഒരു കാഴ്ചയാണ്, ഒരു കാഴ്ചപ്പാടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആരാണ് എന്തൊക്കെയാണ് കേരള സമൂഹം തീരുമാനിക്കുന്നത്, ചിന്തിക്കുന്നത് നമുക്ക് പറയാൻ കഴിയില്ല. ഞാൻ ഈ പറഞ്ഞ പോലെ മലബാറിലെ മുസ്ലിം ഒന്നടങ്കം UDFൻ്റെ കൂടെ പോകുമ്പോൾ, മധ്യ തിരുവിതാംകൂറിലെ മധ്യ കേരളത്തിലെ ക്രിസ്ത്യാനികൾ മഹാഭൂരിപക്ഷം UDFൻ്റെ കൂടെ നിൽക്കുമ്പോൾ, ഹിന്ദു വിഭാഗം 2ആയി പിരിയുമ്പോൾ, 3ആയി പിരിയുമ്പോൾ, അത് മുസ്ലിംസിനും അല്ല UDFനും LDFനും BJPക്കുമായി പിരിയുമ്പോൾ കേരളം ആര് ഭരിക്കും എന്നൊരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിലും ഇപ്പോഴും ഉയർന്നു നിൽക്കുന്നത് UDF തന്നെയാണ്. അതോടൊപ്പം BJP അവരുടെ അക്കൗണ്ട് തുറക്കലല്ല, അവരുടെ ക്യാൻവാസ് വലുതാക്കലിൻ്റെ പടയോട്ടത്തിലാണ്.